ഐസ് പാലീസ് കോലേസ് സേമിയസ് ഐസ് ആയിരിക്കാൻ വേണ്ടി കുട്ടികൾ കടന്നു വരൂ ഐസ് പാലീസ് കോലേസ് സെമീസ്. ഒരു ഇംഗ്ലീഷുകാരൻ നമ്മുടെ കൂടെ ട്രാവലിങ്ങിൽ ഉണ്ടായിരുന്നു. അയ്യോ നമ്മുടെ അജുവിൻ്റെ കരവിരുത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു തരം അയ്യാമ്പോൻ്റെ കരകളിൽ വിരിയുന്നത് എന്താണെന്ന് നോക്കൂ പ്രേക്ഷകരെ. 50 വയസ്സുള്ള കൊച്ചുമിടുക്കൻ്റെ ഈ കലാപരിപാടികളിൽ നിങ്ങൾ കയ്യടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നോക്കൂ. മൈ ഗോഡ്, ഫാന്റാസ്റ്റിക്, സൂപ്പർ. Look, all people look here, children. സംഭാവനകൾ കുമാരമാകും, പരിപാടികൾ ഗംഭീരമാകും. ഓക്കെ, സൂപ്പറായി കേട്ടോ. കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലേക്കുള്ള യാത്രയിലുള്ള രണ്ടാമത്തെ വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നമ്മളുള്ളത് ഇപ്പം ചിക്ക്മാംഗ്ലൂർ പോകുന്ന വഴിയിൽ അഡോള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓണേ. ഒരുപാട് ഓടിത്തളർന്നപ്പോഴാണ് ഈ ഒരു കട കണ്ടത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമായിട്ട് കഴിക്കണം, എന്തെങ്കിലുമായിട്ട് കുടിക്കണം, എന്തെങ്കിലുമായിട്ടും കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സൈഡാക്കിയതാണ്. നമ്മളൊന്ന് ക്ഷീണമൊന്നും മാറ്റാമെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് വണ്ടി സൈഡാക്കിയാണ്. ചിക്ക്മാംഗ്ലൂർ എത്താനായി ഏകദേശം 1 മണിക്കൂറേ ഓടാനുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വണ്ടി സൈഡാക്കി. ഈ ഒരു മലയാളിയാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഇയാൾ ജന്മം കൊണ്ട് മലയാളിയാണ്, ഇവിടെ ഇപ്പം സെറ്റിലായിട്ടുള്ളത് കർണാടകയിൽ. കന്നഡി നന്നായിട്ട് സംസാരിക്കും, മലയാളം നന്നായി സംസാരിക്കും. അതൊക്കെ നൈറ്റിലൊക്കെ എന്താ ഉണ്ടാവില്ലേ ഫുഡ്? പുഷ്ക എന്ന് പറയുന്ന സാധനം വെജ് റൈസ് പുഷ്ക. ബ്രെഡും ഓംലേറ്റും ഓർഡർ ചെയ്തു, പിന്നെ കോഫി ആൻഡ് ടീക്കും. അപ്പോൾ എല്ലാവരും വിഷമവും അതുപോലെ തന്നെ ക്ഷീണമൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. മലയാളം പഠിക്കണം. അവിടെ പോയിട്ടോ പാലക്കാട് ഇത് കണ്ടില്ലേ, ഭംഗിയുള്ളൊരു കുളം. അതിന് നടുവിൽ എന്തോ ഒരു സംഭവം, ഒരു എന്താ മന്ദിർ പോലെയുള്ള ഹിന്ദു മതാചാരപ്പുള്ള എന്തോ സംഭവം ഉണ്ട് ഇവിടെ. ടെമ്പിളായിട്ട് ഉണ്ടോ സംശയമുണ്ട്, കാഴ്ചയിൽ പെടുന്നില്ല. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു മുസ്ലിം ദർഗ കണ്ടു. അപ്പം ഞങ്ങൾ അകത്തേക്കൊന്ന് പോയി. ഇവിടെ മറമാടിയിട്ടുള്ള സയ്യിദ് ഖാജ നിസാമുദ്ദീൻ ഷാ സാബ്രി ആണ് ഇവിടെ മറമാടിയിട്ടുള്ളത്. ഈ സ്ഥലം ഹസൻ ജില്ലയിൽ, ഇപ്പോൾ കർണാടകയിലെ ഹസൻ ജില്ലയിലെ ബേലൂരിലെ ബിക്കോട് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് രാത്രി ഏകദേശം ഒരു 1 മണി 2 മണിയായിട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ റൂം എടുക്കുമ്പോൾ തന്നെ. എന്തായാലും കാലത്ത് കൂടുതൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ തന്നെ എഴുന്നേറ്റു. ഈ അമ്പലത്തിന് നേരെ മുമ്പിലാണ് നമ്മൾ റൂം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏത് അമ്പലം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് വേണമെന്ന് നോക്കാൻ. എന്തായാലും രാവിലെ ഒരു ചായ കൂടി നിർബന്ധമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണം. മനോഹരമായ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണണം ഈ ഭാഗത്തുള്ള. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ അജിക്കുട്ടനും കൂടി ഉറക്കുന്നെല്ലാം എഴുന്നേറ്റ് വന്നു. ഒരു ചായ കുടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. ഈ കാണുന്നതാണ് ബെല്ലൂരിലെ ചെന്നകേശവ ക്ഷേത്രം. കർണാടകയിലെ ഹസൻ ജില്ലയിലാണ്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ഒരു ഹിന്ദു ക്ഷേത്രം ഹൈസാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന വേളാപുരി എന്ന് കൂടി അറിയപ്പെട്ടിരുന്ന ബേലൂരിൽ യാഗിച്ചി നദിയുടെ തീരത്താണ്. 1117 രാജാവായ വിഷ്ണുവർദ്ധനയുടെ ഭരണകാലത്ത് പണി കഴിപ്പിച്ചതാണ്. 3 തലമുറകളിലായി പണിത ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ ഏകദേശം 103 വർഷങ്ങളെടുത്തു. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അനുജനും അതുപോലെ അജുവും ഹംദാനും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരുടെ നല്ല ഉറക്കിലാണ്. അപ്പോൾ നമുക്ക് ഏതായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണ്. നമ്മൾ ഉറക്കിനേക്കാളും മുൻപ് വെക്കും ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തുകൊണ്ടായി. അത് 2 മസാല ദോശയും അതുപോലെ തന്നെ ഉഴുന്നുവടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. വെജിറ്റേറിയൻ ആയാലും അടിപൊളി ഫുഡായിരുന്നു. അത് നേരെ തലക്ക് മുകളിൽ ഒരു ബോർഡ് കണ്ടു. 10% കൂട്ടിയിട്ടുണ്ട് ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ. വിറക് ഉപയോഗിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ വേഗം. അപ്പോൾ നല്ല തിരക്കുള്ള, പ്രത്യേകിച്ച് അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല തിരക്കേറിയ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്.
എന്നാൽ താമസിച്ച് ചെറിയൊരു റൂമിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രി അവിടെ കുറേ നോക്കിയപ്പോൾ കിട്ടിയൊരു ചെറിയ റൂമാണ്. വലിയ സൗകര്യമൊന്നുമില്ല, എങ്കിലും തൽക്കാലം ഒന്ന് അന്തി മയങ്ങ എന്ന രീതിയിൽ അതിനെടുത്തു. രാത്രിയായതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്തു, നേരെ ചിക്ക്മംഗ്ലൂരിലേക്ക് പോവാണ്. ഇപ്പോൾ ഉള്ള സ്ഥലം നമ്മൾ ബേലൂരാണ് കേട്ടോ. ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ബേലൂരിലെ ഈ ഒരു ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൂടുതൽ കാണാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചിക്ക്മംഗ്ലൂരിലേക്ക് ഒരു യാത്രയാണ്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറിൽ മേലെ ഓടാനുണ്ടെന്നാണ് തോന്നുന്നത്. മാപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെറ്റിക്കുന്നുണ്ട്, ഗൂഗിൾ മാപ്പ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ 2-3 പേര് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നാൽ ബാക്കി നമ്മുടെ കൂട്ടത്തിലുള്ളവരൊന്നും കഴിക്കാതെയാണ് ഇതുവരെ ഉള്ളത്. എന്നാൽ നമുക്ക് ഉച്ചഭക്ഷണം തന്നെ കഴിച്ചോളെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹോട്ടലിലേക്ക് കയറിയത്. മജസ്റ്റിക് നല്ല ഫുഡായിരുന്നു. നമ്മളെല്ലാവരും ബിരിയാണിയും അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ചു. സൂപ്പർ ബിരിയാണി, സൂപ്പറായിരുന്നു. അപ്പോൾ ഇവിടെ ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൂപ്പറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് ചിക്ക്മംഗ്ലൂരിലേക്ക്. നമ്മുടെ തീന്മേശയിലേക്ക് ലൈവായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന ആളാണ് ഇയാൾ കേട്ടോ. അങ്ങനെ അവിടുന്ന് വിട്ടു നേരെ നല്ലൊരു പാടങ്ങളും നല്ലൊരു എന്താ പറയുക നല്ല സുന്ദരമായൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി സൈഡാക്കി. ഒരു ചേച്ചിയുടെ ഒരു കടയും അതുപോലെ തന്നെ ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൻപുറം നമ്മൾ സാധാരണ കാണുന്നതാണ് കൂടി ഇതെല്ലാം കാണുമ്പോൾ പിന്നെയും നമുക്കൊരു ആകാംക്ഷയും എന്താ പറയുക ഒരു സന്തോഷമൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് സമയം ചിലവഴിച്ചു. കരിമ്പിൻ ജ്യൂസ് ഓർഡർ കൊടുത്തു. അപ്പോൾ അതിനൊരു ആവശ്യക്കാർ അത് കഴിച്ചു. അപ്പോൾ ചെറിയ ചായയും കോഫിയൊക്കെ ഉണ്ട്, അത് കുടിക്കുന്നവർ അത് കുടിച്ചു. അപ്പോഴാണ് ഒരു ഐസുകാരൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലത്ത് സൈക്കിളിൽ ഐസുമായിട്ട് വരുന്നവർ അടിക്കുന്നൊരു ഓണുണ്ട്, അത് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഞാനിപ്പോൾ ഈ അടുത്തൊന്നും അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഐസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുത്തു. ചോക്കോ ബാറായിരുന്നു, അതും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. നന്നായിട്ട് ഹിന്ദി സംസാരിക്കാം. അപ്പോൾ ചിക്ക്മംഗ്ലൂരാണ്, ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻസിന് വലിയൊരു വിഷമം വന്നില്ല എന്ന്. അപ്പം ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് കുറച്ച് ചില്ലറ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്ക് കഴിച്ചു, ജ്യൂസ് കുടിച്ചു. അപ്പോൾ ഞാനൊരു ആഗ്രഹം ഒപ്പോട് പറഞ്ഞു, ഈ ഒന്ന് വണ്ടിയൊന്നും എനിക്ക് ഓട്ടാൻ തരുമോ? ഈ വണ്ടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ TVSൻ്റെ. അപ്പോൾ ആഗ്രഹം ഒപ്പറ് എൻ്റെ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു തന്നു. എന്നോടൊന്ന് ഓട്ടി വന്നു. ഒരു 1/2 കിലോമീറ്ററോളം ദൂരത്ത് ഒന്ന് ഓട്ടി തിരിച്ച് വന്നു. ബാക്കിലുള്ള ഐസ് ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ വഴിക്ക് ഇത്രയും നമുക്കൊന്ന് ബാലൻസിങ് കിട്ടുന്നില്ല. ആ ഒരു ചെറിയൊരു വിഷയം ഉണ്ട്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ആഗ്രഹം സാധിക്കുന്ന ചേട്ടന് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. അതിനോട് നമ്മൾ ചിക്ക്മംഗ്ലൂരിലെ കുറച്ച് കാര്യങ്ങളും കാണാനുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി ചിക്ക്മംഗ്ലൂരിലേക്ക് യാത്ര തുടരാം. കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചാൽ നമ്മൾ ചിക്ക്മംഗ്ലൂർ എത്തും. അപ്പോൾ ചിക്ക്മംഗ്ലൂർ എന്നുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരാം. ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്. ഓക്കെ, ബൈ ബൈ.